ഹലോ, നമ്മളിപ്പോൾ ഉള്ളത് കർണാടകയിലാണ്. കർണാടകയിലെ ബാൽക്കി എന്നുള്ള സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് മലയാളികൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ ഏകദേശം 100-ലധികം 140 എന്നാണ് എന്നോട് ഒരാൾ പറഞ്ഞത്. 100-ലധികം സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇത് ബാൽക്കി റെയിൽവേ സ്റ്റേഷനിലൂടെ പോകുന്ന വണ്ടിയാണ്, ഇന്ത്യൻ റെയിൽവേയുടെ. ഇവിടുന്ന് ഹൈദരാബാദ്, അതുപോലെ തന്നെ ബാംഗ്ലൂർ, പൂനെ എന്നിവിടങ്ങളിലേക്കൊക്കെ ട്രെയിന് പോകുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. വളരെ മനോഹരമായ ഒരു റെയിൽവേ സ്റ്റേഷനാണ്. നല്ല പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലമാണിത്. നമ്മുടെ റൂമിൻ്റെ അടുത്ത് നിന്നുള്ള കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അതുപോലെ തന്നെ ഇത് ബാൽക്കിയിലെ ടൗൺ ആണ്. ഇതൊരു മുനിസിപ്പാലിറ്റിയാണ് ഇവിടെ, ബാൽക്കി മുനിസിപ്പൽ ടൗൺ. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട്. മലയാളികളായ ടീച്ചേഴ്സ് ഒരുപാട് ഉള്ള ഒരു സ്ഥലമാണ് ഈ ബാൽക്കി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത, ഇവിടെ ഒരു ഹിന്ദു മുസ്ലിം ഐക്യം ഫീൽ ചെയ്യുന്ന ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരുപാട് പള്ളികളുണ്ട്. അതുപോലെ തന്നെ ഹിന്ദുസിന് പ്രാർത്ഥിക്കാൻ അവരുടേതായ അമ്പലങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും നല്ല രീതിയിൽ വസിക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് ഫീൽ ചെയ്തത്. അതുപോലെ തന്നെ നൈറ്റ് ഫുഡൊക്കെ നന്നായിട്ട് അവൈലബിൾ ആകുന്ന ഒരു സ്ഥലം കൂടിയാണ് ബാൽക്കി. അതുപോലെ തന്നെ കർണാടക ആയതുകൊണ്ട് തന്നെ ഒരുപാട് നല്ല പച്ചക്കറി തോട്ടങ്ങൾ, മെയിനായിട്ട് നമ്മൾ കണ്ടത് കരിമ്പ് കൃഷിയാണ്. അതുപോലെ തന്നെ കറുമൂസ കൃഷിയൊക്കെ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇത് വീണ്ടും പറയാനുള്ളത് ഒരു എഡ്യൂക്കേഷൻ ഹബ്ബാണ്. ഈ നാട്ടിലൊരു എഡ്യൂക്കേഷൻ്റെ ഒരു ഹബ്ബായിട്ട് ഇത് അറിയപ്പെടുന്നു. അതുപോലെ തന്നെ നല്ല ബിരിയാണി കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ബാൽക്കി എന്ന് പറയുന്നത്. ഒരുപാട് ബിരിയാണി ധാബ സെൻറ്റേഴ്സ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകൾ വന്ന് ഭക്ഷണം കഴിക്കുന്നു. ഇവിടുത്തെ ഒരു വില്ലേജ് ടേസ്റ്റ് അത് പ്രത്യേകം ഒന്ന് അറിയിക്കേണ്ടതെന്നാണ്. അതുപോലെ തന്നെ ഇത് ഇവിടുത്തെ മസ്ജിദാണ്. നമ്മൾ നിസ്കരിക്കാൻ പോകുന്ന ഒരു മസ്ജിദാണ്. അത്യാവശ്യം വൃത്തിയും കണ്ടീഷനുമുള്ള ഒരു മസ്ജിദായിട്ടാണ് ഫീൽ ചെയ്തത്. ഇതാണ് ബാൽക്കി റെയിൽവേ സ്റ്റേഷൻ. അതുപോലെ തന്നെ ബാൽക്കിയിലേക്കുള്ള റൂട്ടാണിത്. ഓക്കെ, വളരെ മനോഹരമായ സ്ഥലം ബാൽക്കി. ഏകദേശം ബാംഗ്ലൂരിൽ നിന്നും ഏകദേശം ഒരു 700 കിലോമീറ്ററിൻ്റെ അടുത്ത് ഇങ്ങോട്ട് ദൂരമുണ്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് എല്ലാ ദിവസവും ബാൽക്കിയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് ട്രെയിൻ ഓടുന്നു. ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു വെരി മച്ച്.